മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച 9 പവനും 50,000 രൂപയും കവർന്നു. വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ, 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുല്ലൂർ പുതുമ്പുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് കായലിൽ നിന്ന് പുല്ലൂർ പുതുമ്പുചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച, 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കവർന്നു. തയ്യൂർ സുരേഷിന്റെ വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ബെഡ്റൂമിൽ ബെഡിന് താഴെ വെച്ചിരുന്ന 9 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. വെള്ളിയാഴ്ച സുരേഷും കുടുംബവും മാളയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ശനിയാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ. കാടുകുറ്റി ജംഗ്ഷനിലെ ഹയ സൂപ്പർ മാർക്കറ്റിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു തീപിടുത്തം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തെ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സൂപ്പർ മാർക്കറ്റ് ഉടമകളെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിശമന വിഭാഗം അരമണിക്കൂറിനകം തീയണച്ചു. പച്ചക്കറി വിഭാഗം പ്രവർത്തിച്ചിരുന്ന ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സീനിയർ ഫയർ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. അണ്ടത്തോട് ബീച്ച് റോഡിൽ മേളിയൽ വീട്ടിൽ ഷമീം, മേളിയൽ വീട്ടിൽ ആമിനു, റാബിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷമീമിനാണ് കുത്തേറ്റിട്ടുള്ളത്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. 2 ബൈക്കിലായി എത്തിയ 4-അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. അക്രമി സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസ് എത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വടക്കേക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ഫഹദ്, താനിഫ്, അസ്ലം, യാസിർ എന്നിവരുടെ പേരിൽ വീട്ടുകാർ പരാതി നൽകി. ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വന്ന ടൈമിലായിരുന്നു ഇക്കാകും വീട്ടിൽ അനിയനും കൂടെ ഭക്ഷണം കഴിക്കായിരുന്നു. അമ്മായിയൊക്കെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഞാനവിടെ പുറത്ത് പോയി. ആ ടൈമിൽ ഇവർ വേളം ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വേളം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ഉമ്മാനെ കൈ പിടിച്ച് വലിച്ച് പുറത്തിട്ട് അമ്മായിനെ വലിച്ചിട്ട് അകത്ത് കയറിയിട്ട് ഇക്കാനെ ചവിട്ടിക്കാ വീണു. ആ വീണോടുത്തിട്ടിട്ടാണ് കുത്തി. പുല്ലൂർ പുതുമ്പുചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. മുരിയാട് കായലിൽ നിന്നും മൂരിക്കോൾ വഴി പുല്ലൂർ പുതുമ്പുചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിച്ച് പുതുമ്പുചിറയുടെ ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പൂർത്തിയാകുന്നതോടെ പുല്ലൂർ ഊരകം പ്രദേശങ്ങളിൽ ശുദ്ധജലത്തിനും കൃഷിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ നിലവാരം ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടമായാണ് പദ്ധതി പൂർത്തീകരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം നിഖിത അനൂപ് അധ്യക്ഷയായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചുങ്കൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പനഗർ പച്ചളിപ്പുറത്ത് പഞ്ചായത്ത് അംഗത്തിന്റെ ഉൾപ്പെടെ 4 വീടുകളിൽ കയറി ആക്രമണം നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആൾ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പച്ചളിപ്പുറം അറക്കൽ വീട്ടിൽ വൈശാഖ്, ചെറുശ്ശേരി വീട്ടിൽ സന്തോഷ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം പച്ചളിപ്പുറം പട്ലിക്കാടൻ പ്രീജു, പള്ളിമാമഠത്തിൽ ഗീത, ചീരമ്പത്ത് ഭവിത, കിഴക്കൂട്ട് ഷീജ എന്നിവരുടെ വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഓട്ടോറിക്ഷയിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ജനൽ ചില്ലകളും വാതിലും തകർക്കുകയുമായിരുന്നു. പ്രതികളോടൊപ്പമുണ്ടായിരുന്ന മറ്റ് 2 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീവ്, ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിശ്വനാഥൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ വൈദ്യുതി തൂണുകൾ ലോറിയിൽ കയറ്റുന്നതിനിടെ ദേഹത്ത് വീണ് 2 പേർക്ക് പരിക്കേറ്റു. KSEB കരാർ ജീവനക്കാരായ മുള്ളൂർക്കര സ്വദേശി ഹസനാർ, ആറ്റൂർ സ്വദേശി ഹുസൈൻ എന്നിവർക്കാണ് തലയ്ക്കും കാലിനും പരിക്കേറ്റത്. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ സർവീസ് റോഡ് തുറന്നു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പൂർണ്ണമായും അടച്ചതിനെ തുടർന്ന് ബൈപ്പാസിലൂടെ കടന്നുപോയിരുന്ന വാഹനങ്ങൾ നഗരത്തിലൂടെ കടത്തിവിട്ടതോടെ കൊടുങ്ങല്ലൂരിൽ വാഹന ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. പാലിയക്കരയിലെ ടോൾ പിരിവിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ നഗരം വഴിയാണ് കടന്നുപോകുന്നത്. ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ കാരണം ഇതാണ്. ഭാരം കയറ്റിയ കണ്ടെയ്നർ ലോറികളും ട്രെയിലറുകളും നഗരത്തിലെ വീതി കുറഞ്ഞ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയാണ് പതിവ്. കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള തിരക്ക് കൂടി വരുന്നതോടെ നഗരം സ്തംഭിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിലെ സർവീസ് റോഡ് തുറന്നത്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ മോഷ്ടിച്ച സംഘം അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ ശിവകുമാർ, ചെല്ലദുരൈ, കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ചന്തപ്പുരയിൽ ഹൈവേയുടെ നിർമ്മാണത്തിനായി സൂക്ഷിച്ചു വെച്ചിരുന്ന സാമഗ്രികളാണ് സംഘം മോഷ്ടിച്ചത്. SI-മാരായ ഹറോൾഡ് ജോർജ്, പ്രീജു, CPM-മാരായ ബിനിൽ, സനോജ്, സുജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ VEO ഓഫീസിൽ പ്രായമായവർക്ക് പോലും ഇരിക്കാൻ കസേര നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ലെന്ന് ആക്ഷേപം. പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാനെത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാമസേവകനായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് മുറിയിലാണ് എത്തുക. വിവിധ ആനുകൂല്യങ്ങൾക്കായി എത്തുന്നവരിൽ വയോധികരും അംഗപരിമിതരും ഉൾപ്പെടുന്നു. ശാരീരിക അവശതയുള്ളവർ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ പാസാക്കുന്നത് VEO ആണ്. ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് രേഖകൾ തയ്യാറാക്കുന്നതിനും കരാറുകളിൽ ഒപ്പുവെക്കുക എന്നതും ദീർഘസമയമെടുക്കുന്ന നടപടിക്രമങ്ങളാണ്. ഈ സമയമത്രയും അവശരായ വയോധികരും അംഗപരിമിതർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഗുണഭോക്താക്കളും ഓഫീസറുടെ മുന്നിൽ നിൽക്കണം. ഓഫീസിന് അകത്തും പുറത്തും കസേരകൾ ഉണ്ടെങ്കിലും രേഖകൾ പരിശോധിക്കുന്ന ഓഫീസറുടെ മേശയ്ക്ക് മുന്നിൽ മാത്രം കസേര ഇട്ടിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് VEO ഓഫീസിൽ ഒരു വയോധിക നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS സത്യൻ ഉദ്യോഗസ്ഥരോട് കസേരയിട്ട് അവരെ ഇരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സത്യൻ പഞ്ചായത്തിൽ ഒരു ആവശ്യവുമായി എത്തിയപ്പോൾ ഓഫീസറുടെ മേശയ്ക്ക് മുന്നിൽ നിന്ന് കസേര വീണ്ടും നീക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെക്കുറിച്ച് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇവിടെ ഇത്രയേ സൗകര്യമുള്ളൂ എന്ന തരത്തിൽ ധിക്കാരപരമായി സംസാരിച്ചുവെന്ന് സത്യൻ പറയുന്നു. തുടർന്നാണ് ഓഫീസറുടെ മുന്നിലെത്തുന്ന ഗുണഭോക്താക്കൾക്ക് ഇരിക്കാൻ കസേര നൽകണമെന്നാവശ്യപ്പെട്ട് സത്യൻ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത്. കടങ്ങോട് VEO ഓഫീസിലെ വരുന്ന ഗുണഭോക്താക്കൾക്ക്, അത് വരുന്നവരെല്ലാം തന്നെ ശാരീരിക അവശതയുള്ള ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത്. അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് VEO. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു കസേര കൊടുക്കാൻ പോലും തയ്യാറല്ല. എഗ്രിമെന്റ് ഒപ്പുവെക്കലും മറ്റു കാര്യങ്ങളായിട്ട് അവർ ഒട്ടനവധി സമയം അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇവര് ഒരു സീറ്റ് ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കാൻ തയ്യാറല്ല. അത് ഗ്രാമസേവന്റെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അയാൾ തികച്ചും നിഷേധാത്മകമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതേ അവസ്ഥ തുടർന്ന് കണ്ടപ്പോഴാണ് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സത്യൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. TCV എരുമപ്പെട്ടി. വരവൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി. ഇതിനെതിരെ പഞ്ചായത്ത് മെമ്പർ M. വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. വിലക്കുറവിൽ പ്രധാന റോഡരികിൽ സ്ഥലം ലഭിക്കാൻ സാഹചര്യമുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ ദൂരത്തിൽ വീതി കുറഞ്ഞ ഗതാഗത സൗകര്യമില്ലാത്ത സ്ഥലം വാങ്ങാനാണ് നീക്കം നടത്തുന്നത്. 50 സെന്റ് സ്ഥലമാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാന റോഡരികിൽ 1 സെന്റിന് 1,05,000 രൂപയ്ക്ക് സ്ഥലം നൽകാൻ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സെന്റിന് 1,45,000 രൂപ വില നൽകിയിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ സ്വതന്ത്ര അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അമിത വില നൽകി സ്ഥലം വാങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് അധികൃതർ പിന്മാറാൻ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ അന്യായത്തിൽ താൻ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും M. വീരചന്ദ്രൻ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലെ അനക്സ് കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി നടന്നുവെന്ന ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. ഫൗണ്ടേഷൻ പില്ലറുകൾ സ്ഥാപിച്ചപ്പോൾ ഒന്നിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ടായി. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കണ്ടെത്തലുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിദഗ്ധരെത്തി പരിശോധന നടത്തുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കെട്ടിടത്തിന്റെ രൂപരേഖയിൽ ചില ഭേദഗതികളും അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവ അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തതായി ചെയർമാൻ വ്യക്തമാക്കി.
വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്ന കുപ്രചരണങ്ങളുടെ പിന്നിൽ നഗരസഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ലോബികളുടെ ശ്രമങ്ങളാണെന്നും ചെയർമാൻ പറഞ്ഞു. മാർക്കറ്റിനടുത്ത് കള്ളുഷാപ്പ് റോഡിൽ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കം നഗരസഭ തടയുമെന്നും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ ബൈക്ക് ഇടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കടവല്ലൂർ വടക്കുമുറി സ്വദേശി താഴത്തേതിൽ വീട്ടിൽ അഭിലാഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും ചങ്ങരക്കുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി ഡ്രൈവർ ഭക്ഷണം കഴിക്കുന്നതിനായി പെരുമ്പിലാവിൽ നിർത്തിയിട്ടിരുന്നു. നിർത്തിയിട്ട ലോറി ശ്രദ്ധിക്കാതെ പുറകിലെത്തിയ ബൈക്ക് യാത്രികൻ ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. മണലൂർ മണ്ഡലം നവകേരള സദസ്സിൽ വിവിധ ബഹുജന സംഘടനകൾ നൽകിയ പരാതികൾക്ക് ലഭിച്ച മറുപടി കത്തുകൾ കത്തിച്ച് പാവർട്ടിയിൽ പ്രതിഷേധം. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ സർക്കാരിന്റെ കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതികൾക്ക് കിട്ടിയ മറുപടികൾ കുടിയിറക്കപ്പെടുന്ന കുടുംബങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കടുത്ത ജനവഞ്ചനയ്ക്ക് MLAയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തുകളും കൂട്ടുനിൽക്കുകയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് AJ അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ നാസർ കരീം, ജോഷി കുമ്പൻ, UK രാധാകൃഷ്ണൻ, അബ്ദുൽ അസീസ്, PI റാഫേൽ, ഷൌക്കത്ത്, ജസ്റ്റിൻ ജോസ്, അബൂബക്കർ, സിദ്ദിഖി ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് രമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. AC സുരേഷ്, VV ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര കായാമ്പൂവത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂണ് റോഡിലേക്ക് മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും പോലീസും KSEB ഉദ്യോഗസ്ഥരും ചേർന്നാണ് വൈദ്യുതി പോസ്റ്റ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചുണ്ടൽ സ്വദേശി മണപ്പറമ്പിൽ മുരളീധരൻ, യാത്രക്കാരി ഗുരുവായൂർ സ്വദേശിനി പാലയൂർ വീട്ടിൽ സവിത, പെട്ടി ഓട്ടോ ഡ്രൈവർ പശ്ചിമബംഗാൾ സ്വദേശി പിന്റു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ വിൽസൺ പിടിയത്ത് കാർമ്മികനായി. ഞായറാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളിയിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ പ്രിൻസ് പരത്തിനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് യൂണിറ്റുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ് നടന്നു. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. തിങ്കളാഴ്ച ടൗൺ അമ്പും നടക്കും. ഏറെ കൗതുകകരവും അതേസമയം ശ്രമകരവുമായ വിനോദമാണ് സ്ട്രിംഗ് ആർട്ട് അഥവാ പിൻ ആൻഡ് ത്രെഡ് ആർട്ട്. ആണിയും നൂലും കൊണ്ട് മിഴിവാർന്ന ചിത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന കലയാണിത്. പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഗണിതശാസ്ത്ര ആശയങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാക്കുന്നതിനായി മേരി എവറസ്റ്റ് ബോൾ രൂപകൽപ്പന ചെയ്ത കർവ് സ്റ്റിച്ച് പ്രവർത്തനമാണ് സ്ട്രിംഗ് ആർട്ടിന്റെ ആദ്യ മാതൃക. ബഹുഭൂരിപക്ഷം കലാകാരന്മാരും വളരെയധികം സമയം ചിലവഴിച്ച് കൈകൊണ്ടാണ് സ്ട്രിംഗ് ആർട്ട് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എഞ്ചിനീയറായ കൊടുങ്ങല്ലൂർ എടവിലങ്ങ് അഖിൽ സ്വന്തമായി ഒരു സ്ട്രിംഗ് ആർട്ട് മെഷീൻ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സ്ട്രിംഗ് ആർട്ട് മെഷീനാണ് ഇതെന്ന് അഖിൽ പറഞ്ഞു. ഞാനൊരു വട്ടം സ്ട്രിംഗ് ആർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നോർമൽ മാനുവലി കൈ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതെനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു നല്ല ടൈം ഇരുന്ന് ചെയ്യേണ്ട ഒരു വർക്കാണ്. പിന്നെ കുറേ നേരം ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നമ്മൾ ചുറ്റണം. അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് അത്രയും എഫേർട്ട് കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഞാനത് വർക്ക് ഉപേക്ഷിച്ചു. പക്ഷെ എനിക്കത് വിടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം എന്നുള്ള അങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്തത്. തന്റെ ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും വിനിയോഗിച്ചാണ് അഖിൽ ഈ യന്ത്രം തയ്യാറാക്കിയത്. ബിടെക് വിദ്യാർത്ഥിയായിരിക്കെ ദോശയും പഴംപൊരിയും ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അഖിൽ ശ്രദ്ധേയനായിരുന്നു. കോവിഡ് കാലത്ത് അഖിലും സുഹൃത്തുക്കളും ചേർന്ന് മാസ്ക് വെൻഡിംഗ് മെഷീനും സാനിറ്റൈസർ ഡിസ്പെൻസറും നിർമ്മിച്ചിരുന്നു. പുതിയ യന്ത്രത്തിന്റെ സഹായത്തോടെ നേരത്തെ തയ്യാറാക്കിയ പ്രോഗ്രാം അനുസരിച്ച് നൂലുകൊണ്ടുള്ള ചിത്രങ്ങൾ ഒരുക്കാനാകും. ശ്രമകരമായ സ്ട്രിംഗ് ആർട്ടിനെ എളുപ്പവും വേഗത്തിലുമാക്കുന്നതാണ്
ഈ യന്ത്രം. TCV കൊടുങ്ങല്ലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താനീം യൂണിറ്റ് വാർഷിക പൊതുയോഗം യൂണിറ്റ് രക്ഷാധികാരി PR സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, ബ്ലോക്ക് സെക്രട്ടറി TK പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ഒരാളിൽ നിന്ന് 100 രൂപ പിരിച്ച് അവിടെ കെട്ടിടം പണിയുക. കെട്ടിടം പണിതു, അതൊക്കെ കരാർ കൊടുത്തിട്ടാണ് ചെയ്തത്. വേല അത് ഏറ്റെടുത്ത് 1 കൊല്ലത്തിനുള്ളിൽ കെട്ടിടമൊക്കെ പണിത് തയ്യാറായി. അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ 3ാമത് വാർഷികം തൃപ്രയാറിൽ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ ചെയർമാൻ അഷ്റഫ് കൂട്ടുങ്ങുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. കൺവീനർ വൈപ്പിപ്പാടത്ത് അഷ്റഫ്, കോർഡിനേറ്റർ അഷ്റഫ് അമ്പയിൽ, അഷ്റഫ് അമ്പലത്ത്, അഷ്റഫ് കരിപ്പാക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. മരുതിയൂർ ചെന്ത്രത്തി ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ജാറമംഗളത്തിൽ മൗലീദ് പാരായണവും കൂട്ട സിയാറത്തും നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട കൊടികയറ്റ കാഴ്ചകൾ മരുതിയൂർ കവലയിൽ സംഗമിച്ചു. തുടർന്ന് ഘോഷയാത്രയായി ജാറം അങ്കണത്തിൽ എത്തി കൊടികയറ്റം നടത്തി. അന്നദാന വിതരണവും ഉണ്ടായിരുന്നു. ചാലക്കുടി പോട്ട കലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലോപ്പലി ഉത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തിങ്കളാഴ്ച രാവിലെ 8-ന് ക്ഷേത്രം പ്രസിഡന്റ് KP സന്തോഷ് കുമാർ കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 9-ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് 3:30-ന് ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ്, രാത്രി 7:30-ന് പാണ്ഡിമേളം എന്നിവ നടക്കും. പ്രസിഡന്റ് KP സന്തോഷ് കുമാർ, സെക്രട്ടറി KU രവി, SNDP വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി അജിത നാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മകരച്ചൊവ്വ ഉത്സവത്തോടനുബന്ധിച്ച് ചമ്മന്നൂർ മാഞ്ചരക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയും ദീപക്കാഴ്ചയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ പൊങ്കാല സമർപ്പണവും വൈകിട്ട് ദീപക്കാഴ്ചയും നടക്കും. ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, VM രവികുമാർ, PA സുനിൽകുമാർ, സുരേഷ് ബാബു പാലക്കൽ, രാജൻ പണ്ടാരപ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാംകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടം കുടുംബസംഗമം നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷനായിരുന്നു. ഷാഫി സൊബാഹി, സലീം ബുസ്താനി, മുഹമ്മദ് അലി തിരുവത്ര, PP ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻ തൃശൂരിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ഫാദർ ജോഷി ആളൂർ, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാണിയമ്പാറ പൊട്ടിമട പറക്കുന്നേൽ ദിബീഷാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മുടപ്പല്ലൂരിന് സമീപം ദിബീഷ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 2 കാലിന് ഗുരുതര പരിക്കേറ്റു. യുവാവിന്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. നമ്മുടെ പൊട്ടിമട നിവാസിയായിട്ടുള്ള രാധാകൃഷ്ണന്റെ മകൻ ദിബീഷ് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കൂലിപ്പണിക്കാരനായിട്ടുള്ള ദിബീഷിൻ്റെ വീട്ടുകാർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ബില്ല്. വീട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ, ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഈ ഞങ്ങളുടെ സഹോദരനായിട്ടുള്ള ദിബീഷിനെ സഹായിക്കാൻ ആവശ്യമായ സഹായം ചോദിക്കുകയാണ്. സുമനസ്സുകൾക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വാണിയമ്പാറ ശാഖയിലെ അക്കൗണ്ടിലേക്ക് ചികിത്സാ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ഡെൽജോ പുത്തൂർ മുഖ്യ കാർമ്മികനായി. ഞായർ രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ റോജർ തരകൻ മുഖ്യ കാർമ്മികരാകും. ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും.
വടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 9 ആനകൾ അണിനിരക്കും. പുതുപ്പള്ളി സാധു ഭഗവതിയുടെ തിടമ്പേറ്റും പൂനാരി ഉണ്ണികൃഷ്ണൻ, പനങ്ങാട്ടിരി മോഹനൻ, പല്ലശ്ശന ശിവൻ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യവും ചെണ്ടമേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. സാമി പട്ടരപ്പുരയ്ക്കൽ, ഷിനോദ് കുട്ടൻപാറൻ, മോഹൻദാസ് ഇത്തിക്കാട്ട്, AP രത്നാകരൻ, പീതാംബരൻ കുറുക്കംപരിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSും ശാസ്താംപൂവം ഊര് ട്രൈബൽ യൂത്ത് ക്ലബ്ബും സംയുക്തമായി കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ അധ്യക്ഷയായിരുന്നു. കലാകാരൻ മുരളി ചാലക്കുടി, ഗായകൻ മിലൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക ശ്രീ ഭദ്രകാളി മായങ്കാവ് ദേവിയുടെ അശ്വതി വേലയും ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം സുരേഷ് സ്വാമി ജയന്തിയും ഈ മാസം 17-18 ദിവസങ്ങളിൽ ആഘോഷിക്കും. ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം രൂപകളത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് ശ്രീ മഹാവിഷ്ണു മായ സ്വാമിക്ക് നവകാഭിഷേകം സമർപ്പിക്കും. ക്ഷേത്ര മഠാധിപതി അനന്തു സുരേഷ്, AN സിദ്ധപ്രസാദ്, വിപിൻ സാഗർ ഇഴുവൻപറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മഹന്ത് മൗനയോഗി ഹരിനാരായണ സ്വാമി ആദിശങ്കര അദ്വൈത അഖാഡ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത സങ്കല്പ ഹവനത്തിൽ അഗ്നിസാക്ഷിയായി ശിഖാവർച്ചിത്തിനും അഭിഷേകത്തിനും ശേഷം മഹന്ത് പദവി സ്വീകരിച്ചു. തുടർന്ന് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്ഥാനലബ്ധി പ്രഖ്യാപിച്ചു. ചടങ്ങുകൾക്ക് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, വിശ്വകർമ്മകുല പീഠാധീശ്വർ ദണ്ഡിസ്വാമി, സാധു കൃഷ്ണാനന്ദ സരസ്വതി, സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റായി ജസ്റ്റിൻ ജോൺസൺ ആറ്റുപുറം ചുമതലയേറ്റു. മുൻ മണ്ഡലം പ്രസിഡന്റ് സച്ചിൻ ഷാജു അധ്യക്ഷനായിരുന്നു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. വരാക്കര പൂരം ഞായറാഴ്ച ആഘോഷിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള ആനച്ചമയ പ്രദർശനം നടന്നു. വരാക്കര KG ഹാളിൽ ഒരുക്കിയ ആനച്ചമയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. പൂരദിനമായ ഞായറാഴ്ച 20 പൂരം സെറ്റുകളുടെ പങ്കാളിത്തത്തോടെ 20-ൽ പരം ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളവും എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിവരെ വിവിധ കാവടി സെറ്റുകളുടെ കാവടി വരവ്, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടത്തിക്കോട് വീട്ടിൽ കവർച്ച, 9 പവനും 50,000 രൂപയും കവർന്നു. വീടിന്റെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചാലക്കുടി കാടുകുറ്റിയിൽ സൂപ്പർ മാർക്കറ്റിൽ അഗ്നിബാധ, 3 ലക്ഷം രൂപയുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. കണ്ടത്തോട് വീട് കയറിയുള്ള ആക്രമണത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തടയാനെത്തിയ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുല്ലൂർ പുതുമ്പുച്ചിറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മുരിയാട് കായലിൽ നിന്നും പുല്ലൂർ പുതുമ്പുച്ചിറയിലേക്ക് നേരിട്ട് വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.